അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡാണ്. ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, so the method of moments is one procedure for generating estimators of unknown parameters. It provides an attractive rationale and is generally quite easy to employ. സോ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ്? അട്രാക്റ്റീവ് റാഷണൽ ആൻഡ് ജനറലി ഈസി ടു എംപ്ലോയ്. നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസിയാണ്. ബട്ട് ഇൻ 1921 സർ R.A. Fisher proposed a different rationale for estimating parameters and pointed out a number of reasons that it might be preferable. സോ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഉണ്ട്. ബട്ട് R.A. Fisher 1921 വേറൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഈ മെത്തേഡ് എന്താണ്? സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എന്താണ്? മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആണ്. മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിനെക്കാട്ടിലും സ്ലൈറ്റ്ലി നല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ത് R.A. Fisher ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് അതിൻ്റെ പേരാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. കാര്യം മനസ്സിലായോ? നമുക്ക് ഓൾറെഡി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഉണ്ട്. അത് എംപ്ലോയ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്കതിൽ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ട്, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ബട്ട് 1921 R.A. Fisher മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബട്ട് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സും മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്? കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡാണ്. ഓക്കെ, സോ ആദ്യം തന്നെ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് പറയുന്നതിന് മുമ്പ് നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണ്ടേ? നമ്മളിത് ആക്ച്വലി ലൈക്ലിഹുഡ് സഫിഷ്യൻസിൻ്റെ ഫാക്ടറൈസേഷൻ തിയറത്തിൽ കണ്ടിട്ടുണ്ട്. നല്ലൊന്നും കൂടെ പറയാം. So the likelihood function of n random variables, say x1, x2, etc., xn, is defined to be the joint probability density function of the n random variable, say f of x1, x2, etc., xn of theta, which is considered to be a function of theta. So നമുക്ക് random variables x1, x2, etc., xn, നമുക്ക് n random variables ഉണ്ട്. So ഈ n random variablesൻ്റെ likelihood function, n റാൻഡം വേരിയബിൾസ് നമുക്കുന്നുണ്ട്, x1, x2, etc., xn. ഈ n റാൻഡം വേരിയബിൾസിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻഡ് ടു ബി ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി n റാൻഡം വേരിയബിൾസ്. ഈ n റാൻഡം വേരിയബിൾസിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദീസ് n റാൻഡം വേരിയബിൾസ്. കാര്യം മനസ്സിലായോ? x1, x2, etc., xn. ഇതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ x1, x2, etc., xn ഇല്ലേ, അതിൻ്റെ എന്താണ്? ജോയിൻറ്റ് PDF ആണ്. ഓക്കെ, സോ ഈ ജോയിൻറ്റ് PDF എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. In particular, suppose that x is a random variable and x1, x2, etc., xn is a random sample of x having the density f of x theta. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തു. ആൻഡ് x1, x2, etc., xn എന്താണ്? ഈ എക്സിൻ്റെ ഒരു റാൻഡം സാമ്പിളാണ് ഹാവിങ് ദി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഈ ഒബ്സർവ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത് x1, x2, etc., xn ആണെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് എന്താണ്? L of x1, x2, etc., xn of തീറ്റ. ഇതിൽ നമ്മൾ ലൈക്ലിഹുഡ് എഴുതുക ക്യാപിറ്റൽ L വെച്ചിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സാമ്പിൾ വാല്യൂസ് എഴുതുക, പിന്നെ പാരാമീറ്റർ വാല്യൂസ് എഴുതുക. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? L of തീറ്റ എന്ന് മാത്രം എഴുതാം. അതായത് യൂഷ്വലി നമ്മൾ ലൈക്ലിഹുഡിനെ L കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിൽ x1 to xn ആ സാമ്പിൾ എഴുതാം, പിന്നെ നമ്മൾ പാരാമീറ്റർ ഒരു കോളം ഇട്ടിട്ട് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? L of തീറ്റ എന്ന് മാത്രം എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? L of x തീറ്റ എന്ന് എഴുതാം. ഇതിൽ ഏത് വേണമെങ്കിലും പോലെ എഴുതാം കേട്ടോ, അത് അപ് ടു യു. ഇനി ഈ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എഫ് ഓഫ് x1, x2, etc., xn കോളൻ തീറ്റ. അതായത് എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ, etc., ഇൻറ്റു എഫ് ഓഫ് xn തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എഫ് ഓഫ് xi തീറ്റ, വെർ i is from 1 to n. കാര്യം മനസ്സിലായോ? നമുക്ക് എന്തുണ്ട്? ഒരു റാൻഡം സാമ്പിൾ ഉണ്ട്, x1, x2, etc., xn. ഈ റാൻഡം സാമ്പിൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് തീറ്റയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? L of x1, x2, etc., xn കോളൻ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എഫ് ഓഫ് xi തീറ്റ. ഓക്കെ, നമ്മൾ ഇവിടെ ഫാക്ടറൈസേഷൻ തിയറത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കാമെന്നൊക്കെ. ഓക്കെ, സോ എന്താണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
ദിസ് ഗിവ്സ് ദി ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ്. ദിസ് ഗിവ്സ് ദി ലൈക്ലിഹുഡ് ദാറ്റ് ദ റാൻഡം വേരിയബിൾ അസ്യൂം എ പർട്ടിക്കുലർ വാല്യൂ x1 x2 എക്സെട്ര xn. നമ്മൾ റാൻഡം വേരിയബിൾസ് ഒരു പർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്യാനുള്ള ലൈക്ലിഹുഡാണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ. മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ. സോ ഇത് എന്താണ് ലൈക്ലിഹുഡ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന്. No. Now, the principle of maximum likelihood consists in finding an estimator of the parameter which maximizes L for variations in the parameter. സോ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് കൺസിസ്റ്റ് ഓഫ് ഫൈൻഡിങ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ. നമുക്ക് ഒരു പാരാമീറ്റർ ഉണ്ടാവും, അത് അൺനോൺ ആയിരിക്കും. സോ നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യും. സോ അതിനെന്താണ്, ആ എസ്റ്റിമേറ്റർ എങ്ങനെയായിരിക്കണം? Estimator of the parameter which maximizes L for variations in parameter. കാര്യം മനസ്സിലായോ? നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ, അതായത് ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കും ഫോർ വേരിയേഷൻസ് ഇൻ പാരാമീറ്റർ. നമ്മൾ അൺനോൺ പാരാമീറ്ററിലുള്ള വേരിയേഷൻസ് ഇല്ലേ, അതിന് ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്ററാണ് നമ്മൾ എന്തിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിലെ, അതായത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഇല്ലേ, അതിൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ലിഹുഡ് മാക്സിമം ചെയ്യുന്ന എസ്റ്റിമേറ്റർ, ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യണം ഫോർ വേരിയേഷൻസ് ഇൻ ദ പാരാമീറ്റർ. ഓക്കെ, നൗ thus the problem of finding a maximum likelihood estimator is the problem of finding the value of theta that maximizes L of theta. സോ നമ്മൾ എന്ത് പറഞ്ഞു? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? L of theta മാക്സിമൈസ് ചെയ്യുന്ന ഒരു തീറ്റ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു തീറ്റ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ t of x1 x2 etc xn of the sample values which maximizes L for variations in theta, then t is called the maximum likelihood estimator of theta. ഇനി നമുക്ക് ഒരു t എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് t എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? t of x1 x2 etc xn സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ടീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ടി എന്ത് ചെയ്യാണ്? ലൈക്ലിഹുഡിനെ മാക്സിമൈസ് ചെയ്യുന്നു വിചാരിക്കുക ഫോർ വേരിയേഷൻസ് ഇൻ തീറ്റ. അപ്പോൾ ടി എല്ലിനെ മാക്സിമൈസ് ചെയ്യുമെങ്കിൽ ടി എന്താണ്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ അല്ലേ? ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ രണ്ടാമത്തെ മെത്തേഡാണെന്ത്? കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവണ്ട. നമുക്ക് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ രണ്ടാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, സോ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? R.A. ഫിഷറാണ്. ആൻഡ് ഈ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിനെക്കാട്ടിലും കുറച്ച് എന്താണ് ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഇതിലാദ്യം നമുക്കറിയേണ്ടത് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു റാൻഡം സാമ്പിൾ ഉണ്ട് x1 x2 എക്സെട്ര xn. ആൻഡ് ഈ റാൻഡം സാമ്പിളിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ f of x തീറ്റ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലൈക്ലിഹുഡിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? L of x1 x2 എക്സെട്ര xn കോളൻ തീറ്റ എന്ന് എഴുതാം. അതായത് ആ പാരാമീറ്റർ സാമ്പിളിൻ്റെ വാല്യൂസ് എഴുതുക, പാരാമീറ്റർ എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? L of x സാമ്പിളിന് പകരം x എന്ന് എഴുതുക, പിന്നെ പാരാമീറ്റർ എഴുതുക. അല്ലെങ്കിൽ L of തീറ്റ പാരാമീറ്ററിൻ്റെ വാല്യൂ മാത്രം എഴുതുക. ഇങ്ങനെ ഏതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഈ L of x തീറ്റ ഈ ലൈക്ലിഹുഡ് എന്തിന് ഇക്വലൻ്റ് ആണ്? പ്രോഡക്റ്റ് ഓഫ് f of x I തീറ്റ. എന്താണ് പ്രോഡക്റ്റ് ഓഫ് f of x I theta. And ഇതെന്താണ് തരുന്നത്? gives the likelihood that the random variable assume a particular value x1 x2 etc xn. നമ്മൾ റാൻഡം വേരിയബിൾസ് അതിൻ്റെ ഓരോ പർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ ലൈക്ലിഹുഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് നോക്കാം. അതായത് നമ്മൾ ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതാണ്. ഇപ്പം ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്തിട്ട് നീറ്റായിട്ട് പറഞ്ഞുതരാം. സിമ്പിളാണ് കേട്ടോ. The principle of maximum likelihood consists in finding an estimator of the parameter which maximizes L for variations in the parameter. ഈ മാക്സിമം ലൈക്ലിഹുഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡിങ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ വിച്ച് മാക്സിമൈസസ് L ഫോർ വേരിയേഷൻസ് ഇൻ ദി പാരാമീറ്റർ. എന്താണ് ചെയ്യുന്നത്? ഒരു എസ്റ്റിമേറ്റർ, ആ എസ്റ്റിമേറ്റർ എങ്ങനെയായിരിക്കും? മാക്സിമൈസസ് ലൈക്ലിഹുഡ്.
ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റർ എന്ത് ചെയ്യുന്നു, ഈ ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനത്തെ എസ്റ്റിമേറ്ററാണ് നമ്മൾ എന്താ പറയുക, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. So the problem of finding a maximum likelihood estimator is the problem of finding the value of theta that maximizes L of theta. So basically നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യണം. സോ L of theta മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കലാണ് നമ്മളെ പണി. Thus if there exists a function t of the sample values which maximizes L for variations in theta, then t is called maximum likelihood estimator. ഇനി t എന്ത് ചെയ്യാണ്, t എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റർ is maximizing എന്താണ്, L for variations in theta. L മാക്സിമൈസ് ചെയ്യുന്നത് ടി എന്നുള്ളൊരു എസ്റ്റിമേറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടി എന്താണ്, ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. സോ ഇത് നമുക്ക് എങ്ങനെ കിട്ടും, ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, ടി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദ സൊല്യൂഷൻ ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 ആൻഡ് ഡോ സ്ക്വയർ എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0. ഓക്കെ, സോ ഇതെന്താണ്, നമുക്ക് എൽ മാക്സിമം ആണെങ്കിൽ ഫോർ വേരിയേഷൻസ് ഇൻ തീറ്റ എല്ലിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്നും കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ തന്നെ എന്താണ്, വേറെ നമുക്കിപ്പം നമ്മൾ എല്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് എല്ലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് എല്ലും ലോഗ് എല്ലും ഹാവ് മാക്സിമം അറ്റ് ദി സെയിം വാല്യൂ ഓഫ് തീറ്റ. എല്ലിനും ലോഗ് എല്ലിനും എന്താണ് മാക്സിമം കിട്ടുന്നത് സെയിം തീറ്റ വാല്യൂവിൽ തന്നെയാണ്. സോ നമുക്ക് എന്തെടുക്കാം, ഇൻസ്റ്റെഡ് ഓഫ് എൽ, ഇവിടെ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് എൽ വി ക്യാൻ ടേക്ക് ലോഗൽ, ബിക്കോസ് ലോഗിൽ നമുക്ക് ഡിഫറൻഷ്യൽ എടുക്കാനൊക്കെയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. സോ നമ്മൾ എന്തെടുക്കും, ഇൻസ്റ്റെഡ് ഓഫ് എൽ വിൽ ടേക്ക് ലോഗൽ. സോ ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റേനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ ലോഗ് എൽ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0 ആണെന്ന് നോക്കാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. നമ്മളെ ലൈക്ലിഹുഡ് മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ ആയിരിക്കും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. ഓക്കെ, സോ ടി ഇപ്പം അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൈക്ലിഹുഡ് എഴുതുക. ആ ലൈക്ലിഹുഡിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ആ ലൈക്ലിഹുഡിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് അത് ലെസ് ദാൻ 0 ആണെന്ന് നോക്കുക. ഇനി ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലൈക്ലിഹുഡ് എടുക്കുന്നതിന് പകരം ലൈക്ലിഹുഡിൻ്റെ ലോഗരിതം എടുക്കുക. അതായത് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0 ആണെന്ന് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ പക്കയാവും കേട്ടോ. So the maximum likelihood estimator can also be used for the simultaneous equations of several parameters of a given population. എന്താണ്, ഒരു പോപ്പുലേഷനിലെ സെവറൽ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് MLE ഉപയോഗിക്കാം. ഇത് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ MLE എന്നാണ് കേട്ടോ എഴുതുക, MLE ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, then in that case we must find the values of the parameters that maximizes the likelihood function. നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമ്മൾ അറ്റ് എ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, we find values of the parameters. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന വാല്യൂസാണ് നമുക്ക് എസ്റ്റിമേറ്റേഴ്സ് ആയിട്ട് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്, പ്രോപ്പർട്ടീസ് ഓഫ് MLE. Under certain very general conditions called regularity conditions. ഈ റെഗുലാരിറ്റി കണ്ടീഷൻസിൽ നമുക്ക് എന്ത് കിട്ടും, റെഗുലാരിറ്റി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ MLEക്ക് സർട്ടൻ ഫീച്ചേഴ്സ് കിട്ടും. അതായത് അത് MLEs എന്താവും, MLE എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. അതിന് നമ്മൾ അതായത് മാക്സിമം ലൈക്ലിഹുഡ് വഴി നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്ററില്ലേ, അത് നമ്മൾ എന്ത് പറയും, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയും. ഓക്കെ, ഇതെന്തായിരിക്കും, അണ്ടർ ജനറൽ കണ്ടീഷൻസ് MLE കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി MLEൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ടേക്ക് പോകും, ലാർജ് സാമ്പിളിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കിട്ടും. MLE എഫിഷ്യൻ്റ് ആവും. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് സഫിഷ്യൻ്റ് ആവും ഇഫ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റേഴ്സ് എക്സിസ്റ്റ്. ദെൻ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് നോട്ട് നെസസറിലി അൺബയാസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ പ്രോപ്പർട്ടീസ് ഓഫ് MLE ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ പറയുന്നത് അണ്ടർ സർട്ടൻ ജനറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അണ്ടർ റെഗുലാരിറ്റി കണ്ടീഷൻസ് MLE ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് വൺ കൺസിസ്റ്റൻ്റ് ആവും. രണ്ടാമത്തത് ലാർജ് സാമ്പിൾസിന് MLEൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യും. ദെൻ MLE എന്തായിരിക്കും, മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. ദെൻ MLE സഫിഷ്യൻ്റ് ആയിരിക്കും. സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ MLE സഫിഷ്യൻ്റ് ആയിരിക്കും. ബട്ട് MLE എന്താവണം എന്നില്ല, അൺബയാസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല.
മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആർ നോട്ട് നെസസർലി അൺബയാസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ദെൻ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഹാവ് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി. MLEക്ക് എന്തുണ്ട്? ഇൻവേരിയൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ഇപ്പം ടി എന്നുള്ളത് എന്താണ്? ടി എന്നുള്ള എസ്റ്റിമേറ്റ് MLE ഓഫ് തീറ്റ ആണെന്ന് വിചാരിക്കുക. ദെൻ ജി ഓഫ് ടി എന്തായിരിക്കും? MLE ഓഫ് ജി ഓഫ് തീറ്റ ആയിരിക്കും. ഓക്കെ, അതായത് ടി MLE ഓഫ് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ MLE ഓഫ് തീറ്റ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് ടി MLE ഓഫ് റൂട്ട് തീറ്റ എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻവേരിയൻസ് പ്രോപ്പർട്ടി എന്ന് പറയുക. വെർ ജി ബീങ് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് തീറ്റ വിത്ത് യുണീക്ക് ഇൻവേഴ്സ്. ജി എന്തായിരിക്കണം? ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിൽ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡിൽ പറയാനുള്ളത്. പ്രോബ്ലം കൂടെ ചെയ്യുമ്പം കൃത്യമാവും. ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ.